Right now, we're in Wayanad, and with us we have CK Janu, who's known as one of the foremost tribal leaders, the Adivasi leaders in Wayanad. She's also the president of the JRP party, which has re entered an alliance with the NDA government for this particular election. She's contesting from Sultan Batheri, which is one of the three constituencies of the Wayanad district area. And she's also been an active Adivasi leader for the last few years. Right now, she's with us, and she's also one of the leaders of the Adivasi Gotra Mahasabha in Wayanad, which has been agitating against landless Adivasis in Wayanad since 2001. നിങ്ങളാണോ ആദിവാസി ഗോത്ര മഹാസഭ തുടങ്ങിയത് ആൻഡ് എപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയത്? ആദിവാസി ഗോത്രമഹാസഭ തുടങ്ങിയത് 2001 സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, കേരള സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു കുടിൽക്കട്ടൽ സമരം നടന്നു. 48 ദിവസം നീണ്ടുനിന്ന കുടിൽക്കട്ടൽ സമരം. ആ കുടിൽക്കട്ടൽ സമരം ശരിക്കും നടത്തിയത് 2001 കാലഘട്ടത്തിൽ ഈ വയനാട്ടിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണിയായിട്ട് 32ഓളം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചായിരുന്നു. പട്ടിണി കിടന്ന് പട്ടിണി മരണം ഉണ്ടായ സമയത്ത് ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്ന ഭരണാധികാരികൾ പറഞ്ഞത് പട്ടിണി കിടന്നിട്ടല്ല മരിച്ചത്, മദ്യം കഴിച്ചിട്ട് മലിനജലം കുടിച്ചിട്ടൊക്കെയാണ് മരണപ്പെട്ടത്, അവർ പോഷകാഹാര കുറവ് കൊണ്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ മരണത്തെ ലഘൂകരിച്ച് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പട്ടിണി മരണത്തിന് ഒരു അവസാനം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം കുടിൽക്കട്ടൽ സമരത്തിലേക്ക് പോയത്. അപ്പോൾ പട്ടിണി മരണം ഉണ്ടാവുന്നതിൻ്റെ കാരണം ശരിക്കും ആദിവാസികൾക്ക് ഭൂമിയില്ലാത്തത് കൊണ്ടാണ്. ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയിൽ അധ്വാനിച്ച്, ഇപ്പോൾ ഈ കാർഷിക വൃത്തിയിൽ കൂലിപ്പണിയെടുക്കുന്ന ആളുകളാണ് എല്ലാ ആദിവാസികളും. അവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ അവർ കൃഷി ചെയ്ത് വരുമാന മാർഗം ഉണ്ടാക്കി അവർ പട്ടിണി മരണത്തിന് എന്നേക്കും പരിഹാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2001 കുടിൽക്കട്ടൽ സമരം നടത്തി. അപ്പോൾ അതിനു മുമ്പ് ശരിക്കും ചെറിയ ചെറിയ സംഘടന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സമരവും നടക്കുന്നുണ്ട്. പക്ഷേ ആദിവാസി ഗോത്രമഹാസഭ ഉണ്ടാക്കുന്നത് 2001 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സമരത്തോട് അനുബന്ധിച്ചിട്ടുള്ള സമയത്താണ് ഗോത്രമഹാസഭ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഗോത്രമഹാസഭ ഉണ്ടാക്കിയ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ശരിക്കും ഗോത്രമഹാസഭയുടെ പ്രസിഡന്റാണ്. എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ആക്ടിവിസം ചേർന്നത്? എൻ്റെ ലൈഫിൽ ചെറിയ പ്രായത്തിലേ ആക്ടിവിസം ഉണ്ടായിട്ടുണ്ട്. ഈ പൊതുപ്രവർത്തന ഞാൻ ഈ കുഞ്ഞിലെ ഇങ്ങനെ എന്തു കാര്യം കണ്ടാലും അതിന് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആയാലും ആളുകൾക്കെതിരായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് പ്രതികരിക്കുമായിരുന്നു. ചെറുപ്പത്തിലേ അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട്. അത് പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുംതോറും അത് ഇങ്ങനെ കൂടിക്കൂടി വരിക ചെയ്തത്. പോളിറ്റിക്സിൽ എൻ്റർ ചെയ്യാൻ നിങ്ങൾ എപ്പോഴാണ് തീരുമാനിച്ചത്? എന്തിനാണ് പോളിറ്റിക്സിൽ എൻ്റർ ചെയ്യാനൊരു ആവശ്യം തോന്നിയത് നിങ്ങൾക്ക്? ഇപ്പോൾ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ കൂടെ നിൽക്കണം എന്നുള്ളത് തീരുമാനം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 45 വർഷമായിട്ട് ഈ പൊതുരംഗത്ത് വളരെ ശക്തമായിട്ട് സമരരംഗത്ത് നിൽക്കുന്ന ആളാണ്. ഈ സമരരംഗത്ത് തന്നെ ലൈവായിട്ട് നിന്നിരുന്നു. അപ്പോൾ ഓരോ സമരം നടത്തുമ്പോഴും ആ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തമാണുള്ളത്. 48 ദിവസം ആയാലും ഇനി 6 മാസം നീണ്ടു നിന്നാലും ഈ ആളുകൾ ലൈവായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഈ ഈ സമരം നടക്കുന്ന സമയത്ത് മാത്രമാണ് ഗവൺമെൻറ് ഈ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയോ ഒരു ഇടപെടലോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഈ സമരത്തിൻ്റെ തീവ്രത കുറഞ്ഞ് ആളുകൾ കുറച്ച് അവരുടെ കുടുംബങ്ങളിലേക്കും വീടുകളിലേക്കും വന്നാൽ പിന്നെ ഈ പദ്ധതി മൊത്തം ഇല്ലാണ്ടാക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും ഒരു സമരം തുടങ്ങണം. അങ്ങനെ ഈ സമരം ചെയ്ത് ഈ സമരം ചെയ്യുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇത് ഉപേക്ഷിക്കപ്പെടുക. ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ഈ നിലവിലുള്ള ഈ പ്രോസസ്സിന്, ഈ പ്രശ്നങ്ങൾക്ക് ഒരു കണ്ടിന്യൂ ഉണ്ടാവണം. കണ്ടിന്യൂ ഉണ്ടായാലേ ഇത് പരിഹാരത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ഉണ്ടാകാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഓരോ സമരത്തെയും വിലയിരുത്തിയപ്പോൾ ഇത് ഈ സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ ഈ പൊളിറ്റിക്സിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള ഒരു സമരത്തെ ആ സമയത്ത് മാത്രം അവർ കാണുകയും അത് കഴിഞ്ഞാൽ അവർ ഉപേക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് കയറി നിന്നിട്ടുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു സമരത്തിലേക്ക് വന്നാൽ അപ്പോൾ പിന്നെ അവർക്കത് പരിഹരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ശരിക്കും ഈ ഇപ്പോൾ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ നമ്മളുടെ പ്രതിനിധികൾ വന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് നടത്തുന്ന സമരം ഇനി നിയമസഭയ്ക്കകത്ത് നടത്തണം, അപ്പോൾ മാത്രമാണ് അതിനൊരു അന്തിമ തീരുമാനം വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്
അപ്പോൾ നിയമസഭയിലെ അകത്തു വരണമെങ്കിൽ പിന്നെ ഈ ഇപ്പം നിലവിലുള്ള പൊളിറ്റിക്കൽ സംവിധാനം സ്വീകരിച്ചുകൊണ്ടേ നമുക്ക് വരാൻ പറ്റൂ, അല്ലാതെ നമുക്ക് വരാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യം ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാലക്രമേണ പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട, അകറ്റി നിർത്തപ്പെട്ട, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ കേരളത്തിലെ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. ഈ പാർട്ടി ഉണ്ടാക്കി ഒരു മുന്നണിയിൽ നിന്നാൽ മാത്രമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവൂ എന്നുള്ള ഒരു തിരിച്ചറിവിലാണ്, കഴിഞ്ഞകാല സമരത്തിൻ്റെ വിലയിരുത്തലിൻ്റെ ഒരു തിരിച്ചറിവിലാണ് നമ്മളൊരു പാർട്ടി ആയേ പറ്റുള്ളൂ, ഈ സംഘടനയ്ക്കപ്പുറത്തേക്ക് ഒരു പാർട്ടി ആവണം, ആ പാർട്ടി പൊളിറ്റിക്സിനകത്ത് എൻട്രി ചെയ്ത് അതിനകത്തുണ്ടാവണം, അപ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ എന്നുള്ള ഈ ഓരോ സമരത്തിൻ്റെ വിലയിരുത്തലിലുള്ള തിരിച്ചറിവിലൂടെയാണ് ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ 2016 കണ്ടസ്റ്റ് ചെയ്തിരുന്നു NDA കൂടെ തന്നെ. എന്നിട്ട് 2018 അവിടെ ഒരു ബ്രേക്ക് വന്നു, NDA അലയൻസിന് നിങ്ങൾ ഇറങ്ങി വന്നു. ഇതെന്തിനാ നിങ്ങൾ ഇറങ്ങി വന്നത്? ഇപ്പോൾ NDA അലയൻസായിട്ട് നമ്മൾ നടത്തിയ ചില കാര്യങ്ങളിൽ പിന്നെ NDA കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്തില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ വന്നപ്പോഴാണ് നമ്മളെ മുന്നണി എന്നുള്ള നിലയിൽ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടുള്ള ഒരു സ്വീകാര്യത നമ്മളുടെ മുന്നണിക്ക് കിട്ടണം. അതിപ്പോൾ എല്ലാ മുന്നണിക്കും കിട്ടുന്ന പോലെയുള്ള എല്ലാ മുന്നണിക്കും കിട്ടുന്നതിൽ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യണ്ട. സാധാരണ ഒരു മുന്നണിക്ക് കിട്ടാവുന്ന പരിഗണനയും മുന്നണിയുടെ മര്യാദയും അതിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും നമ്മളുടെ മുന്നണിക്ക് ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ ഒരു സ്വീകാര്യത കിട്ടാതെ ആയപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് മാറി നിന്നത്. നിങ്ങൾ ആദിവാസി ഇഷ്യൂസിനായിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ് കൊടുത്തിരുന്നു NDA ഗവൺമെന്റിന്, ഇത് ഇത്രയും ഫുൾഫിൽ ചെയ്താലേ നമ്മൾ പാർട്ടിയിൽ ഇരിക്കുമെന്ന്? നമ്മൾ കുറച്ച് ആവശ്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അത് എന്ത് ആവശ്യങ്ങളായിരുന്നു? അത് മെയിനായിട്ട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 244 വകുപ്പ് അനുസരിച്ച് ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം പട്ടികവർഗ പ്രദേശമാക്കണമെന്നുണ്ട്. അപ്പോൾ പട്ടികവർഗ പ്രദേശം ആക്കിയാൽ ഇപ്പോൾ ഈ 3 സ്റ്റേറ്റിലാണ് ശരിക്കും അതാകാതെ ഉള്ളത്, ഷെഡ്യൂൾ ഏരിയ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അതുണ്ട്. ഈ ഷെഡ്യൂൾ ഏരിയ 3 സ്റ്റേറ്റിലാകാത്തത് ഒന്ന് കേരള, കർണാടക, തമിഴ്നാട്, വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് ഏരിയയിൽ ഉണ്ട്, സൗത്ത് ഏരിയയിലില്ല. അപ്പോൾ ഇത്തരം സ്ഥലത്ത് ഷെഡ്യൂൾ ഏരിയ ശരിക്കും ഇല്ല. അപ്പോൾ ഇവിടെയും കൂടെ ഷെഡ്യൂൾ ഏരിയ ആക്കണം, പട്ടികവർഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഷെഡ്യൂൾ ഏരിയ ആക്കണം എന്ന് അതൊരു ആവശ്യമായിരുന്നു. അതിന് കേരള ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ റിപ്പോർട്ടും ആക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിന് 1 or 2 ക്ലാരിഫിക്കേഷൻ അവർ ചോദിച്ചു, അത് ഇവർ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേരള ഗവൺമെൻറ്റിന് അത് പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കി തരാനേ ഉള്ളൂ. അപ്പോൾ അത് പാസ്സാക്കി തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിലുപരി മുന്നണി എന്നുള്ള നിലയിൽ പിന്നെ ബോർഡ്, കോർപ്പറേഷൻ പോലെയുള്ള ഈ സംവിധാനത്തിനകത്ത് നമ്മളുടെ മുന്നണിയുടെ ആളുകൾക്കും പങ്കാളിത്തം ഉണ്ടാവണം എല്ലാ കാര്യങ്ങളിലും. പിന്നെ അതിലുപരി ഇപ്പോൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് രാജ്യസഭയിലുള്ള ഒരു പോസ്റ്റ് നമുക്ക് തരണം. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും മുന്നണിക്ക് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ രീതിയിലെ ഒരു നടപടി അവർ സ്വീകരിക്കാതിരുന്നപ്പോഴാണ് നമ്മളൊരു ബ്രേക്ക് എടുത്ത് മാറിയത്, NDA നിന്ന് മാറി നിന്ന ഒരു സമീപനം അങ്ങനെ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ മാറിയപ്പോൾ വേറെ പാർട്ടീസിൻ്റെ കൂടെ സംസാരിച്ചിരുന്നോ? വേറെ പാർട്ടിയായിട്ട് ഇപ്പോൾ ഇടതുപക്ഷം നമ്മളുമായിട്ട് സംസാരിക്കാൻ സന്നദ്ധരായിരുന്നു. അപ്പോൾ സന്നദ്ധരായപ്പോൾ നമ്മൾ സംസാരിക്കുക എന്നുള്ള നിലയിൽ അവരുമായിട്ടുള്ളൊരു ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ച ഒരു 5-10 റൗണ്ടോളം ചർച്ച നടന്നു. ആ ചർച്ചയിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ നമ്മൾ പിന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ പോകാതെ സ്വതന്ത്രമായിട്ട് നമ്മൾ നിന്നു. അപ്പോൾ വീണ്ടും ഇപ്രാവശ്യം NDA ആയിട്ടുള്ള ഒരു ചർച്ച നടന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം NDA ആയിട്ടുള്ള ഒരു ചർച്ച നടന്നപ്പോൾ NDAയുടെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഡയറക്റ്റുള്ള ഒരു ചർച്ചയല്ല നടന്നത്. അതിൻ്റെ ഇടയിലൊരു ഏജൻറ്റ് മുഖേനയുള്ള ഒരു ചർച്ചയാണ് ശരിക്കും നടന്നത്. ഇപ്രാവശ്യം ശരിക്കും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് NDAയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സ്റ്റേറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നമ്മളും തമ്മിലുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ആരുടെ കൂടെയാണ് ചർച്ച നടന്നത്?
ഇപ്പോൾ നമ്മൾ നടത്തിയ ചർച്ച അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് ആ, നടന്നത്. അപ്പോൾ ചർച്ചയിൽ വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. അപ്പോൾ അത് ഈ പ്രാവശ്യം പ്രാവർത്തികമാകും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് വീണ്ടും എൻ ഡി എയിലേക്ക് നമ്മൾ വന്നത്. ഈ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സംസാരിച്ച കാരണം മാത്രമാണോ നിങ്ങൾക്ക് ഈ വിശ്വാസം തിരിച്ചു വന്ന എൻ ഡി എ ഗവൺമെന്റിലേക്ക് നമുക്ക് ചേരാം, അവർ ആ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്? അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, നിങ്ങളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല, എന്തായാലും വേണ്ട വിധത്തിൽ പരിഗണിക്കും എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ച വന്നിരുന്നു. പിന്നെ അമിത്ഷയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ഒരു ചെറിയ ഇടപെടൽ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾ എൻ ഡി എയിലേക്ക് വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ ട്രൈബൽ പോപ്പുലേഷൻ, ആദിവാസി പോപ്പുലേഷൻ്റെ ഇടയിൽ നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു വന്നിട്ടുണ്ടോ ഈ പാർട്ടീസ് മാറുന്ന കാരണം? അല്ല അവർക്ക് അറിയാം നിങ്ങൾക്ക് എത്ര കഷ്ടമുള്ളത്, എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ല, നമ്മളുടെ ആദിവാസികളുടെ ഇടയിൽ അങ്ങനത്തെ പോപ്പുലേഷനോ അങ്ങനത്തെ ഒരു സംവിധാനമോ കുറയുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തന്നെ നമ്മളുടെ കൂടെ ഒരു 19 പ്രവർത്തകരുള്ളത് നമ്മുടെ ഗോത്ര മഹാസഭയുടെ ആദിവാസി പ്രവർത്തകരാണ് വളരെ സജീവമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നില്ലേ, അവർ ആദിവാസി പ്രവർത്തകരാണ്, രാവിലെ തന്നെ വന്ന് പുൽപ്പള്ളി ഏരിയയിലുള്ള പ്രവർത്തകരാണ്. ശരിക്കും ആദിവാസികൾക്കെല്ലാം ഇത്തരം ഒരു നിലപാടിൽ വരണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആദിവാസികൾക്കുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിൽ വന്നാലേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ള ആദിവാസികളൊക്കെ ശരിക്കും ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടെടുക്കാൻ ശരിക്കും പറ്റുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് ആദിവാസീസിനെ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവരുടെ പ്രാർത്ഥന ചെയ്യണത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം അങ്ങനെയില്ല, നമ്മൾ പ്രാർത്ഥന ചെയ്യണത് നേച്ചറിലാണ്. അപ്പോൾ ഇപ്പോൾ ബി ജെ പി പാർട്ടി അറിഞ്ഞു വരുന്നത് നമുക്ക് കുറേ ഹിന്ദുയിസമിനെ കുറിച്ചാണ്, പ്രൊമോട്ടിങ് ഹിന്ദുയിസം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അലയൻസ് ഫോം ചെയ്യുമ്പോൾ ഈ റിലിജിയൻ വൈസ് അലയൻസും ഫോം ചെയ്യുന്നുണ്ടോ? അല്ല ഇതിലെങ്ങനെയാണ് സെപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങൾ? പൊളിറ്റിക്കൽ ആയിട്ടുള്ള അലയൻസ് ആണ് നമ്മൾ ഫോം ചെയ്യുന്നത്. റിലീജിയൻ ലെവലിലുള്ള അലയൻസ് നമ്മൾ ഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ വയനാട്ടിലെ അടിയ സമുദായത്തിലെ ആളാണ്. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആചാരം, ഞങ്ങളുടെ പ്രാർത്ഥന അതെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അലയൻസ് ആണ് നമ്മൾ ഇതിലൂടെ നടത്തുന്നത്. അപ്പോൾ ഹിന്ദുയിസം സ്വീകരിക്കാനുള്ള ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല? ഇല്ല, അങ്ങനെ ഒരു നിലപാടും നമ്മളോട് സംസാരിക്കോ പറയോ അവർ ചെയ്തിട്ടില്ല, ഇതുവരെ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വർഷം പൊളിറ്റിക്സിലായി, നിങ്ങൾക്ക് വിശ്വാസം കുറയുന്നുണ്ടോ പൊളിറ്റിക്സിൽ ഇങ്ങനെ നിന്ന ഒരു റെസ്പെക്റ്റോ അല്ല അവര് നമ്മുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ നമ്മളുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിലപാടെടുക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇപ്രാവശ്യം നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടിയും കണ്ടസ്റ്റ് ചെയ്യോ? അത് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ ഇനിയും സ്ഥാനാർത്ഥിയാവോ എന്ന് അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്രാവശ്യം ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്? ഇപ്രാവശ്യം ഇവിടെ ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ജയിക്കാനുള്ള സാധ്യതയാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഇപ്പോൾ 2003 മുത്തങ്ങ അജിറ്റേഷൻ ആയ ആ സമയത്ത് നിങ്ങളെയും കൂടി അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, അപ്പം തൊട്ട് ഇന്ന് വരെ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടോ ആദിവാസി കമ്മ്യൂണിറ്റീസിന്? അപ്പോഴത്തെ മെയിൻ ഇഷ്യൂസ് എന്താണ്? ഇല്ല, പിന്നെ മുത്തങ്ങ പിന്നെ അജിറ്റേഷൻ ശരിക്കും വളരെയധികം വിജയിച്ച, ഒരു 101% വിജയിച്ച സമരമാണ് ശരിക്കും മുത്തങ്ങ സമരം. അപ്പോൾ അതിലൂടെ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ആദിവാസികളുടെ ഒരു വലിയ നേട്ടം, ആദിവാസികൾ പൊളിറ്റിക്കലായിട്ട് അവർക്കൊരു വലിയ തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതാണ്. ആദിവാസികളുടെ ഇടയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തിരിച്ചറിവ്. ഇപ്പോൾ ഇതുവരെയും ആദിവാസികൾ ഏത് മുന്നണിയുടെ കൂടെയാണോ നിന്നത്, ആദിവാസികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ അവർ സഹായിക്കും, അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു അന്ധമായിട്ടുള്ള ധാരണ ആദിവാസികളുടെ ഇടയിലുണ്ടായി. പക്ഷേ ഈ അജിറ്റേഷൻ നടക്കുമ്പോൾ ഈ ആളുകളെല്ലാം എഗനിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് ആദിവാസികളുടെ ഇടയിലുണ്ടായി. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോലും വരാൻ സാധ്യമായത്. ഇവിടുത്തെ ലോക്കൽസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ലേ? അപ്പോൾ അങ്ങനെ ലോക്കൽസ് അല്ല, മൊത്തത്തിൽ സ്റ്റേറ്റ് തന്നെ അങ്ങനെ ഒരു സപ്പോർട്ടിങ് ഉണ്ടായിട്ടില്ല സ്റ്റേറ്റിൽ തന്നെ. അപ്പോൾ അത് ഒരു വലിയ തിരിച്ചറിവാണ്. അതിനുശേഷം ആണ് ഇവിടെ കേരളത്തിൽ ഭൂവിതരണം കുറേയെങ്കിലും ആരംഭിച്ചത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു 10-35,000 ഫാമിലിക്ക് ശരിക്കും ഭൂമി കിട്ടിയിട്ടുണ്ട്.
അത് നമ്മുടെ ഈ മുത്തങ്ങ അജിറ്റേഷൻ്റെ ഒക്കെ തന്നെ ഗുണമാണ്. ആ മുത്തങ്ങ സമരത്തിൻ്റെ തന്നെ ഗുണമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, കേരളത്തിൽ എന്തുമാത്രം ഭൂമി അവൈലബിൾ ആണെന്നുള്ള കണ്ടെത്തൽ ആ സമരത്തിലൂടെ നടന്നിട്ടുണ്ട്. ഒരു 3 കമ്മീഷനെ ഗവൺമെൻറ് വെച്ചു. അപ്പോൾ ഓരോ സ്ഥലത്തും 10,000 ഹെക്ടർ ഭൂമികൾ ഉണ്ട്, അത് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. പിന്നെ ജനങ്ങൾക്ക് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. നമുക്ക് ഈ പ്രകൃതിയിൽ പിറവിയെടുക്കുന്ന ആളുകൾക്ക് ജീവിക്കാനാണ് ഭൂമി, അത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്, അതാരുടെ ഔദാര്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്നു. ഭൂമിക്ക് വേണ്ടി സമരം നടത്താനുള്ള ഒരു ആത്മധൈര്യം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. അത് ഇപ്പോൾ ഭൂമിക്ക് വേണ്ടി നമുക്ക് സമരം നടത്താം, സമരം നടത്തി അത് നമ്മളുടെ അവകാശമാണ്, അത് നമ്മൾ എടുക്കണം എന്നുള്ള ഒരു ആത്മധൈര്യവും ആ രീതിയിലുള്ള ഒരു കോമൺ ബോധവും ഈ ജനങ്ങളുടെ ഇടയിൽ, അത് ട്രൈബ്സിൻ്റെ ഇടയിൽ മാത്രമല്ല, ആദിവാസി ദളിത് മേഖലയിലും മറ്റു തര സമുദായത്തിൻ്റെ ഇടയിലും അത്തരം ഒരു ബോധം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ട് ഈ മുത്തങ്ങ സമരത്തിന് ഭയങ്കര മൈലേജാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെട്ട ഒരു സമരമാണ്. എല്ലാ ആളുകളും ഇത്തരം ആദിവാസികൾക്ക് ഇവരെ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും ഗവൺമെൻറ്റിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നടത്താൻ ഈ മുത്തങ്ങ സമരത്തിന് സാധ്യമായിട്ടുണ്ട്. അതിലുപരി പൊളിറ്റിക്കലായിട്ട് ആദിവാസികൾ ആരാണ്, എവിടെയാണ് നിൽക്കുന്നത്, ആരാണ് ആദിവാസികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഇപ്പോഴത്തെ എന്താണ് ഡിമാൻഡ്സ്? അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴത്തെ ഡിമാൻഡ്സ് എന്താണ്? ഇപ്പോഴത്തെ ഡിമാൻഡ്സും ആദിവാസികൾക്ക് പൊതുസമൂഹത്തിനോടൊപ്പം ജീവിക്കാനുള്ള ഭൗതിക സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഡിമാൻഡ്സ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിമാൻഡിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഇനിയും ശരിക്കും ഭൂസമരം കേരളത്തിൽ വളരെ സജീവമായിട്ട് നടത്തേണ്ടി വരും. ഒട്ടനവധി ഈ ഭൂരഹിതരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല കോളനിയിൽ പോയപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞത്, ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി തരണം. ഇപ്പോൾ ഒരു മനുഷ്യർ പ്രകൃതിയിൽ പിറവിയെടുക്കുമ്പോൾ മനുഷ്യൻ ആദ്യമായിട്ട് വേണ്ടത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അത് മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്, അതാരുടെ ഔദാര്യമല്ല. ഈ മൗലിക അവകാശം പോലും നിഷേധിക്കപ്പെട്ട് കൊടിയ മനുഷ്യാവകാശ ലംഘനമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യർക്ക് മൂത്രമൊഴിക്കാൻ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി തരണം എന്ന് ഒരു പറയുന്ന അവസ്ഥ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ശരിക്കും. ഇപ്പോൾ കേരള ജനാധിപത്യം നടപ്പിലാക്കുന്നത്, സോഷ്യലിസം നടപ്പിലാക്കുന്നത്, സാക്ഷരതയിൽ 100% വിജയം നേടിയത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, മറ്റ് സ്റ്റേറ്റുകൾക്ക് മാതൃകയായിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ രാഷ്ട്രീയ ജീർണത എന്തുമാത്രം ഉണ്ടെന്ന് പുറംലോകം ശരിക്കും അറിയുന്നില്ല. അത്തരമൊരു പദ്ധതികൾ പുറത്തു കൊണ്ടുവരുന്നതിനൊക്കെ ഈ മൂവ്മെന്റ് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ജയിച്ച NDA സീറ്റ് ആയിരിക്കും, ബട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാട്ടില് BJP ജയിക്കുമെന്ന്? നാട്ടിലുള്ള പൊതുവേ ഉള്ള ഒരു അവസ്ഥ എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മണ്ഡലത്തിൽ ഇത്ര ദിവസത്തുള്ള ഒരു ഇടപെടൽ മാത്രമേ ശരിക്കും എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ആശിക്കുന്നുണ്ടോ BJP നാട്ടിൽ ജയിക്കണമെന്ന്? അത് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് അത്തരം ഒരു ശ്രമത്തിലേക്ക് വരാൻ ഇപ്പോഴുള്ള അതിനുള്ള എല്ലാ സാധ്യതകളും എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJP ജയിക്കാനുള്ള ഒരു സെറ്റിംഗ് ഉണ്ട് നാട്ടിലാണോ? സാധ്യത ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ശരിക്കും BJP ഇവിടെ ഉണ്ടായിരുന്നിട്ടില്ലല്ലോ. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ശരിക്കും UDF LDF മാത്രം ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സീറ്റേ ഉണ്ടായിട്ടുള്ളൂ BJPക്ക്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പല സ്ഥലത്തും. പക്ഷെ ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാനും സാധ്യതയുണ്ട്. താങ്ക് യു CK Janu ma'am. Thank you so much. That's Nidhi Suresh for newslaundry.com.